നമസ്കാരം. പ്രധാന വാർത്തകൾ. ആട്3 സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നടൻ വിനായകൻ ആശുപത്രി വിട്ടു. 2 മാസത്തോളം നടന് വിശ്രമം വേണ്ടിവരും. കഴുത്തിലെ വെയിൻ കട്ടായി പോയെന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പാരലൈസ്ഡ് ആയി പോയേനെയെന്നും വിനായകൻ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് തിരുച്ചെന്തൂരിൽ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. താരത്തിന്റെ പേശികൾക്കാണ് പരിക്കേറ്റത്. ജീപ്പ് ഉൾപ്പെടുന്ന സംഘടന രംഗങ്ങളായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. പറവൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് ഒരാൾ മരിച്ചു. പറവൂർ തെക്കേപ്പറമ്പിൽ വേണുവാണ് മരിച്ചത്. ദേശീയപാതയിൽ പറവൂർ വാട്ടർ ഹൌസിന് വടക്കു ഭാഗത്ത് വൈകിട്ട് 5:45 അപകടം. അപ്രോച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അമ്പലപ്പുഴ ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. വയോധികനെ ഇടിച്ച ശേഷം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന LNG വാഹനത്തിലേക്കാണ് വാൻ ഇടിച്ചു കയറിയത്. ഇരുവാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട വേണു തൽക്ഷണം മരിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് ഫറോക്കിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവം ഫറോക്ക് കോളേജിനടുത്താണ് ഉണ്ടായത്. പ്രതി ജബ്ബാറിനെ ഫറോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 30 ലക്ഷം രൂപ സഹായം നൽകാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ കള്ളനെന്നാരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനമേറ്റ അവശനായ രാംനാരായണൻ പിറ്റേന്ന് രാത്രിയോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. സംഭവം കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കുടുംബത്തിന് 30 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചത്. ഛത്തീസ്ഗഡ് സർക്കാരും രാംനാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. നടി ആക്രമിച്ച വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് മാത്രമാണ് തനിക്കെതിരായ കുറ്റമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. സമാന ആരോപണമുണ്ടായ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. ദിലീപിനെ വെറുതെ വിട്ട അതേ ആനുകൂല്യം തനിക്ക് ലഭിക്കണമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ KSEB ഉദ്യോഗസ്ഥ വിജിലൻസിന്റെ പിടിയിലായി. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ജീവനക്കാരി ചെണ്ടയാട് സ്വദേശിനി മഞ്ജിമ പി രാജുവാണ് പിടിയിലായത്. പറശ്ശിനിക്കടവ് സ്വദേശിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 6000 രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടെയാണ് ഇവരെ വിജിലൻസ് പിടികൂടിയത്. പരാതിക്കാരൻ ലൈസൻസിനായി ഓൺലൈനായി നൽകിയ അപേക്ഷയിൽ ഫയൽ വേഗത്തിൽ നീക്കാൻ ഇവർ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞുകൂടി. 5 ദിവസം പ്രായമുള്ള ആൺകുട്ടിയാണ് ഞായറാഴ്ച രാത്രി 9:40 അമ്മത്തൊട്ടിലെത്തിയത്. തണുപ്പേക്കാതിരിക്കാൻ കമ്പിളി ചുറ്റി സുരക്ഷിതനാക്കിയ നിലയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. തിരുപ്പിറവിയുടെ ആഘോഷമായ ക്രിസ്മസ് രാവുകളിൽ ഒന്നിൽ ലഭിച്ച പുതിയ അതിഥിക്ക് ലിയോ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺ ഗോപി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സസ്പെൻഷനിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളികുന്നിനെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. കോഴിക്കോട് സ്വദേശിയായ ഉമേഷ് നിലവിൽ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. സേനയിലെ അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചു എന്ന കാരണത്താലാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടത്. പത്തനംതിട്ട SP ആണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്. സർവീസിലിരിക്കുമ്പോഴും സസ്പെൻഷനിലായിരിക്കുമ്പോഴും ഉമേഷ് വള്ളിക്കുന്നിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായെന്ന് വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുതിർന്ന CPIM നേതാവ് PK ശ്രീമതിയുടെ ബാഗും ഫോണും മോഷണം പോയി. മഹിളാ അസോസിയേഷൻ സമ്മേളനത്തിനായി ബീഹാറിലേക്ക് പോകും വഴിയായിരുന്നു മോഷണം. കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലെ സമസ്തിപൂരിലേക്ക് പോകവെ ട്രെയിനിൽ വെച്ചാണ് കവർച്ച നടന്നത്. ബാഗ്, മൊബൈൽ ഫോൺ, പണം, ഐഡന്റിറ്റി കാർഡുകൾ ഉൾപ്പെടെ എല്ലാം മോഷണം പോയി. സംഭവത്തിൽ ദൽസംഗ് സരായി റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ടൈലുകൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പടർത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP വിഭാഗത്തിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന 18ാം വാർഡായ ENT വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ തറയിൽ പാകിയിരുന്ന ടൈലുകളാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. രാത്രി 10:30യോടെയാണ് സംഭവം. ഈ സമയത്ത് ഏകദേശം 20ഓളം പേർ വാർഡിലുണ്ടായിരുന്നു. ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തിയിലായി. അപ്രതീക്ഷിത ശബ്ദം കേട്ട രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു.